ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെ അച്ഛൻ അവിടെ നിന്നും ഓട്ടം ഓടണേട്ടോ. കാരണം ഇവിടെ ചോദിക്കാനും പറയാനും ചെന്നെങ്കിലും കൂടി ആ നന്ദുവിനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവളുടെ കൈകളിൽ നിന്ന് അടി കിട്ടിയിരുന്നെങ്കിൽ ഈശ്വര, അത് ആലോചിക്കാനേ വയ്യ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും രക്ഷപ്പെട്ടു. ഇനി എന്തായാലും കുറച്ചങ്ങ് എരിപിരി കേട്ടിട്ട് മകളോട് ചെന്ന് പറയാമെന്ന് ഇങ്ങനെ വേണു മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേണു അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഈ സമയം നന്ദുവിനോട് കനകവും ഗോവിന്ദനും പറയണേ, ശരിയാണ് മോളെ, നീ സംസാരിച്ച് നന്നായി എന്നുള്ള ആ ഒരു രൂപത്തിൽ കനകൻ സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേ അവിടെ നന്ദുട്ട എന്ന് വിളിച്ചപ്പോഴേക്കും ഗോവിന്ദൻ ഇടപെടണേട്ടോ. കനകം, നീ പറയാൻ പോകുന്ന വാക്കുകൾ അതെനിക്ക് മനസ്സിലായി. അവരുടെ വായിൽ നിന്ന് പോകുന്നത് അച്ഛൻ്റെ അല്ലേ മകള് പറഞ്ഞതിനേക്ക് അപ്പുറമാണ് അച്ഛൻ പറയുന്നത്. അതൊക്കെ ശരി, അവരുടെ വാക്ക് നല്ല മൂർച്ചയുള്ള വാക്ക്, ആരുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകളാണ് അവർ പറയുന്നത്. പക്ഷെ നീ നിൻ്റെ മകളെ സപ്പോർട്ട് ചെയ്യരുത് ഇക്കാര്യത്തിൽ എന്ന് പറയട്ടോ. അപ്പോൾ നന്ദു പറയണ, അച്ഛൻ ഞാൻ ഒരിക്കലും അവരെ തല്ലിടാനോ വഴക്കിടാനോ വന്നതല്ല. നമ്മുടെ ചേച്ചിയെ എത്രയിച്ചിട്ടാണ് ഉപദ്രവിക്കുന്നത്. ഇത്രയും വലിയൊരു പുണ്യപ്രവൃത്തി ചെയ്തിട്ടും നമ്മുടെ ചേച്ചി അവരിട്ട് ദ്രോഹിക്കുന്നത് കണ്ട പിന്നെ ഞാനത് നോക്കി നിൽക്കണം. അച്ഛനെയും അമ്മയെയും എന്തുമാത്രം അവരെ അപമാനിച്ച് വർത്താനം പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നത് ശരിയാണ് മോളെ, അവരുടെ സംസാരം കേട്ടാലൊക്കെ അങ്ങനെ തന്നെയാണ്. നീ വന്നത് നന്നായി എന്ന് എൻ്റെ ഉള്ളിലും തോന്നിയതാണ്. കനകം പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളിലും നീ ഇല്ലായിരുന്നെങ്കിൽ അവരിതും ഇതിലപ്പുറവും പറഞ്ഞിരുന്നതിന്. അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത് നീ ഒരു എന്നും ഇങ്ങനെ വഴക്ക് കൂടാനും തല്ല് പിടിക്കാനും നീ നിൽക്കരുത്. കാരണം കുടുംബത്തിന് വേണ്ടി നീ ഇങ്ങനെ ഒരു പെരുദോഷം ഉണ്ടാക്കി വെച്ചാൽ നാളെ നിനക്കൊരു ഭാവി ഉണ്ടാവില്ല മോളെ. അതുകൊണ്ട് പറയുന്നവർ പറയട്ടെ എന്ന് കരുതി മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എത്ര വെച്ചിട്ടാണ് അച്ഛൻ മിണ്ടാതിരിക്കുന്നത്? ഇത്രയും കാലം അവരുടെ ശല്യമായിരുന്നു ആ ദേവിയാനിയുടെ. ഇപ്പോൾ അവരുടെ ലിവർ പോയത് കൊണ്ട് തന്നെ അവരൊന്ന് ഒതുങ്ങിയിരിക്കുന്നു. എന്നാൽ ഇനിയിപ്പോൾ ഇവരെ പോലെയുള്ളവർ അവരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചാൽ നമ്മുടെ ചേച്ചി ചെയ്ത നന്മ ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നയനക്ക് വലിയ സങ്കടമാവുകയാണ് കേട്ടോ. അപ്പോൾ കനകം പറയുന്നത് ശരിയാണ്, എൻ്റെ കുഞ്ഞ് ഇത്രയും വലിയ ത്യാഗവും ഇതൊക്കെ ചെയ്തിട്ടും അവർ തിരിച്ചറിയില്ല. അവർ ഇനിയും ഇവരുടെ വാക്ക് കേട്ട് എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനെ പറയണേ, അമ്മേ ഞാൻ ഒരിക്കലും ആർക്കും വേണ്ടിയല്ല ചെയ്ത്, എൻ്റെ ആദർശേട്ടന് വേണ്ടിയിട്ടാണ്. കാരണം ആദർശേട്ടൻ്റെ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ കൈകൾ കൊണ്ടാണല്ലോ അമ്മേ ആ പാല് തിളപ്പിച്ചത്. അപ്പോൾ ഞാൻ ആ തിളപ്പിച്ചത് കൊണ്ടാണല്ലോ അതിൽ വിഷാംശം ചേർന്നത്. അത് കേൾക്കുന്ന നന്ദു പറയാം, എന്താ ചേച്ചി അത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്? അതല്ല, എൻ്റെ കൈകൊണ്ട് ചേച്ചി തൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ വെച്ച ആ ഒരു പാലായിരുന്നു അവരെടുത്ത് കുടിച്ചത്. ആ ഒരു കുറ്റബോധവുമുണ്ട്. പിന്നെ ഒരു മനുഷ്യ ജീവനല്ലേ മോളെ, ആർക്കും എന്ത് സഹായം എപ്പോൾ വേണമെങ്കിലും ചെയ്യണം. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് നന്മ കിട്ടുമെന്ന് കരുതി നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ദൈവത്തിൽ സമർപ്പിക്കുക, അതാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ചേച്ചിയുടെ അത്ര വലിയ മനസ്സൊന്നും എനിക്കില്ല. അച്ഛനോടും അമ്മയോടും കൂടി പറയാണ്, അവർ ഇനിയും ഈ വീട്ടിൽ വന്ന് വഴക്ക് കൂടാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. കാരണം മറ്റുള്ളവർക്കും ജീവിക്കേണ്ട, അവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? യാതൊരുവിധ മനസ്സമാധാനം അവർ തരില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ആ വീട്ടിൽ നിൽക്കുമ്പോൾ തരില്ല, ഇവിടെ വന്നാലും തരില്ല, സ്വന്തമായി ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവർ തരില്ല. അവരുടെ സംശയരോഗം ആ അച്ഛൻ്റെ മകൾ ആദ്യം തീർത്തു കൊടുക്കട്ടെ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അച്ഛനും കൊള്ളാം, മകളും കൊള്ളാം, ആ തള്ളയും കൊള്ളാം, ഇതെല്ലാം അവരുടെ കെണിപ്പാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഗോവിന്ദൻ പറയണ, ഈശ്വര എന്തൊരു ദുർവിധിയാണ്, എൻ്റെ മക്കൾക്ക് നല്ലൊരു സൗഭാഗ്യം കിട്ടുമ്പോഴും അവർക്ക് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വേണുവിനെയും കാത്ത് അനാമിക ഇങ്ങനെ കാത്തിരിക്കണം. അപ്പോഴാണ് തൻ്റെ അച്ഛൻ കയറി വരുന്നത്. അച്ഛാ എന്തായി, അവൾക്ക് ചോദിച്ചോ, അവൾക്ക് 2 കെട്ടിച്ചോ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവളെ ഞാൻ കണക്കിന് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ആ കനകവും ഗോവിന്ദനും എൻ്റെ മുന്നിൽ മുട്ട് വിറച്ച് നിൽക്കുകയായിരുന്നു. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി അച്ഛനൊന്ന് കൊടുത്തില്ലേ? അവളെന്നെ പഞ്ഞിക്കിട്ട് അടിക്കുന്നത് പോലെയല്ലേ ഒരു മുക്കിലിട്ട് അടിച്ചു കൂട്ടിയത്. ശരിയാണ് മോളെ, ഞാൻ അവളെ കണക്കിന് കൊടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു വരികയായിരുന്നു. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ പെണ്ണുണ്ടല്ലോ, ആര്, ആ മുട്ടച്ചിയോ നന്ദു, അവളുണ്ടല്ലോ, അവളുടെ കയറി വരവ് ഈശ്വര. എന്നിട്ട് അച്ഛന് എന്തെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയോ? അതുകൊണ്ട് ഭാഗ്യം ഞാൻ അവിടെ നിന്ന് ഓട്ടം ഓടി പോകുന്നതാണ്. കാരണം അവളുടെ കൈകളിൽ എന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് കേൾക്കുന്ന ഇവിടെ അനാമിക പറയണത് ശരിയാണ് അച്ഛാ. അവളുടെ കാര്യം എന്ന് പറഞ്ഞാണ് കരാട്ടെ ഇതൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എത്ര ഒഴിച്ചിൽ നടത്തിയാലും ശരിയാവില്ല. അത്രയും വലിയ വേദനയാണ്. എൻ്റെ ജീവനം കൊണ്ട് ഞാൻ പിന്നീട് ഓട്ടം ഓടി. എന്നാലും പോരുന്ന വഴിക്ക് ഞാനൊരു വാക്ക് പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ മകളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ള തട്ടിക്കൂട്ട് വാക്കൊക്കെ പറഞ്ഞു. പണമില്ലാത്ത നിങ്ങൾ അതൊക്കെ നിന്ന് അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ രവതി പറയണേ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കാരണം നിങ്ങളിൽ പണമില്ല എന്നുള്ള എൻ്റെ കയ്യിൽ പണമില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ആ
സത്യാസത്യം അവർക്ക് മുന്നിൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് എല്ലാവരും വീഴ്ത്താനല്ലേ കഴിയുള്ളൂ എന്ന് പറയണം കേട്ടോ. എന്നിട്ട് വേണു പറയണ മോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ആ ദേവയാനിയെ നീ കയ്യിൽ പിടിച്ചോ, അവരെ മുറുകെ പിടിച്ചോ, അല്ലാതെ ആ വീട്ടിലെ വേറൊറ്റെണ്ണം നിൻ്റെ കൂടെ നിൽക്കില്ല. ബാക്കിയുള്ളറ്റങ്ങൾ നിന്നിട്ടും കാര്യമില്ല. അബിയുടെ അമ്മയാണെങ്കിലും ആ ജാനകിയാണെങ്കിലും നിൻ്റെ അമ്മായിമ്മയാണെങ്കിലും അവരൊന്നും രണ്ടിനെയും ആ വീട്ടിൽ ഒരു സ്ഥാനമില്ല. ആ ദേവയാനിക്കാണ് വീട്ടിൽ സ്ഥാനം. അവരെ ഒരിക്കലും നീ കൈവിടരുത്, അവരെ മുറുകെ പിടിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അവർക്കാണെങ്കിൽ അച്ചപ്പി 24 മണിക്കൂറും അവരുടെ മനസ്സിൽ ഈ ഒരു ചിന്തയുള്ളൂ. അവരുടെ ലിവർ തന്ന ആ ഒരു ആളെ കാണണം, അവരുടെ അടുത്ത് പോകണം, അങ്ങനെയുള്ള ആ ചിന്താഗതിയാണ്. എന്തായാലെങ്കിലും എൻ്റെ മോളോടുള്ള ആ സ്നേഹം അവരുടെ അടുത്ത് നിന്നും വിട്ട് കളയരുത്. നീ അവർക്ക് ഓരോന്ന് ചെയ്തു കൊടുത്ത് എത്രയെന്ന് വെച്ചിട്ടാണ് ചെയ്തു കൊടുക്കുക. എന്നെക്കൊണ്ട് കഴിയേണ്ട അച്ഛ, ഒരു ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്നോടൊന്നും ഇല്ല. ഇപ്പം അനി എന്നെ അടിച്ചു എന്ന് പറഞ്ഞപ്പോഴും മുത്തശ്ശനും ആദർശേട്ടനും എന്നെയൊക്കെ ഇട്ട് വഴക്ക് പറയുമ്പോൾ അവർ ഈ ഒരു ചിന്താഗതിയിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നത്. അവരതത്രയൊന്നും മൈൻഡ് ആക്കുന്നില്ല എന്ന് പറയട്ടോ. മോളെ സൂക്ഷിക്കണം. എന്തായാലും ഇന്നിപ്പോൾ അവർ മലക്ക് പോകല്ലേ, പെട്ടെന്ന് പോവാൻ നോക്ക്. എന്തായാലും രവതി ഇനി കുറച്ച് ദിവസം ഇനി അവിടെ നിന്നേക്ക്. കാരണം മോളുടെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ആ നന്ദുവിൽ നിന്ന് അടികിട്ടിയത് കൊണ്ട് തന്നെ ഒന്നൊന്നര വേദനയായിരിക്കും. മതിയച്ഛന് നന്നായി അറിയാം. അതുകൊണ്ട് ദേവയാനിയുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്തരുത്. ദേവയാനിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോലും ദേവയാനിക്ക് തോന്നി തുടങ്ങരുത് നയന ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആ തോന്നലുണ്ടാവരുത്. നീ നല്ല നോക്കണം, അതുകൊണ്ട് നീയും പൊയ്ക്കോ എന്ന് പറയണം കേട്ടോ. എന്നിട്ട് അത് പറഞ്ഞിട്ട് അവരവിടെ നിന്നും ഇറങ്ങാണ്. എന്നാൽ ഈ സമയം ആദർശം ഈ പറയുന്ന അനിയും എല്ലാവരും മല ചവിട്ടാൻ തൻ്റെ അച്ഛനമ്മമാരുടെ അടുത്ത് നിന്നും മുത്തശ്ശൻ്റെ അടുത്ത് നിന്നൊക്കെ ഇങ്ങനെ അനുഗ്രഹം വാങ്ങണം കേട്ടോ. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇറങ്ങുമ്പോൾ ഇവിടെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ദേവിയാനി നിൻ്റെ അസുഖമൊക്കെ മാറും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൊത്തത്തിൽ ഒരു ശുദ്ധി കലക്ഷം ഇവിടെ നടത്താനുണ്ടെന്നിങ്ങനെ പറയുമ്പോൾ അനാമിക ഇങ്ങനെ നോക്കണം കേട്ടോ. ഇവർ എന്തർത്ഥത്തിലായി പറഞ്ഞെന്നിങ്ങനെ ആ ഒരു ഭാവത്തിൽ നോക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ അനിയോട് വന്നിട്ട് പറയാണ്, അനി ഇനി സങ്കടപ്പെടേണ്ട, നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വഴിത്തിരിവുണ്ടാവും എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന അനാമികക്ക് ദേഷ്യം വരികയാണ്. ഈ കിഴവൻ എന്താ എന്നെ ഉദ്ദേശിച്ചിട്ടാണോ അത് പറഞ്ഞത്? അപ്പോൾ തന്നെ വേണു പറയുന്നത്, നിന്നെ തന്നെ ഉദ്ദേശിച്ചിട്ടാണോ മോളെ ആ കിഴവൻ അത് പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ദേവയാനി പറഞ്ഞത്, എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ ചേട്ടാ, നിങ്ങൾ വന്നതിന് ശേഷമാണോ ആ ലിവർ കൊടുത്ത് ആ പെൺകുട്ടിയെ കാണുക എന്നുള്ളത്. ലിവർ തന്നത് അവളാണല്ലോ, എനിക്ക് അവളെ കാണുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ഏക ലക്ഷ്യം എന്നിങ്ങനെ ദേവയാനി പറയുന്നു കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും മലക്ക് പോവുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പടി ഇറങ്ങുമ്പോൾ ഇവിടെ മുത്തശ്ശി അബിയുടെ ആ ഒരു വിശ്വാസമില്ലായെങ്കിൽ അബിയുടെ ആ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ട് മുത്തശ്ശിക്ക് അത്ര വലിയ ഒരു തൃപ്തിയൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശനും അതില്ല. അപ്പോൾ മുത്തശ്ശൻ പറയണേ, വേണ്ടായിരുന്നു അബിയെ ഈ മലക്ക് മാലടയിൽ നിന്ന് ഒഴിവാക്കായിരുന്നു. അവനക്ക് ദൈവവിശ്വാസം കുറവാണ്, അവന് കാരണം ഈ വീട്ടിൽ വേറെ എന്തെങ്കിലും ഭവിഷ്യത്ത് വരുമോ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശി പറയണം, അതെങ്ങനെ നടക്കും? അതൊരിക്കലും നടക്കാത്ത കാര്യമില്ലേ. കാരണം എല്ലാവരും മാലയിടുമ്പോൾ ഉച്ചമക്കളിൽ അവനെ മാത്രം മാറ്റി നിർത്താനൊന്നും പറ്റില്ല. ഈ വീട്ടിലെല്ലാവരും ഇട്ടിട്ടുണ്ടല്ലോ. ഇദ്ദേഹത്തിന് വയ്യാത്തത് കൊണ്ടല്ലേ ഇദ്ദേഹം പോകാതിരിക്കുന്നത് എന്നൊക്കെ എന്നെ മുത്തശ്ശി പറയണം കേട്ടോ. എന്നാൽ ഈ സമയം അനാമികയാണെങ്കിലോ ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലാണ്. അപ്പോൾ ദേവയാനിയോട് ഇങ്ങനെ പറയണേ, എൻ്റെ വല്യമ്മ എന്നെ എല്ലാവരും ഇട്ട് ചവിട്ടി കൂട്ടുകയാണ്. എൻ്റെ അച്ഛൻ ചോദിക്കാൻ ചെന്നത് എൻ്റെ അച്ഛനെ അടക്കം അവർ ചോദ്യം ചെയ്തു. ആ നന്ദു എന്ന് പറയുന്ന പെണ്ണിനെ പോലീസിൽ പിടിക്കണം, അതൊക്കെയാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയണേ, മോളെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ അതൊന്നല്ല. എൻ്റെ മനസ്സിൽ ആ ലിവർ തന്ന പെൺകുട്ടിയെ എനിക്ക് കണ്ടെത്തണം, അവളെ എനിക്കൊരു നോക്ക് കാണണം, എനിക്ക് അതാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ള ആ ഒരു ഇത് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനാമികയും രവതി പരസ്പരം ഇങ്ങനെ നോക്കണം, ഇവരിപ്പോൾ നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതി ഇങ്ങനെ ഇവരുടെ ഉള്ളിൽ വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ദേവയാനി ലിവർ തന്ന പെൺകുട്ടിയെ തിരക്കി ഇനി ഇറങ്ങുന്ന ആ സീനുകളും അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴേക്കും തനിക്ക് തന്നത് ആരാണെന്ന് അറിയുമ്പോൾ നനെ ചേർത്ത് പിടിക്കുന്ന ആ സീനുകളൊക്കെ ആയിരിക്കട്ടെ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്.